വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഇന്നലെയായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ പിറന്നാൾ. ഇന്ന് കൊച്ചുകുട്ടികൾ വരെ സ്നേഹത്തോടെ വിളിക്കുന്ന ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷങ്ങൾ തലേ ദിവസം തന്നെ ആരാധകർ ആഘോഷമാക്കാൻ തുടങ്ങിയിരുന്നു. പ്രിയ നടന് ജന്മദിന ആശംസകളുമായി സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും എല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ വളരെ ലളിതമായി നടന്ന പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ മകൾ വിസ്മയ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന വളരെ ലളിതവും മനോഹരവുമായ ഒരു പിറന്നാൾ ആഘോഷമായിരുന്നു നടന്നത്. അച്ഛനെയും സഹോദരി വിസ്മയെയും ചേർത്ത് പിടിച്ച് മകൻ പ്രണവ് മോഹൻലാലും കേക്കുമായി എത്തിയ സുചിത്രയെയുമാണ് വിസ്മയ പങ്കുവച്ച ചിത്രത്തിൽ കാണാനാകുന്നത്. 4 പേരും ഒന്നിച്ചെടുത്ത ഒരു സെൽഫിയും പങ്കുവച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ ദിവസം, ഹാപ്പി ബർത്ത്ഡേ അച്ഛ, വി ലവ് യു എന്ന് പറഞ്ഞാണ് വിസ്മയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. രാത്രി ഏറെ വൈകിയായിരുന്നു ആഘോഷം. 11:30 മണിക്ക് എടുത്ത ചിത്രമാണെന്നും ഫോട്ടോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ കുടുംബത്തിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം ചിത്രം വൈറലായി മാറിയിട്ടുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലാലേട്ടന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഇത്. കുടുംബത്തോടൊപ്പം എന്താഘോഷിച്ചാലും അത് വളരെ മൂല്യമേറിയതാണ്. ലാലേട്ടനും കുടുംബവും എന്നും സന്തോഷമായിരിക്കട്ടെ. അച്ഛന്റെ പിറന്നാൾ ആഘോഷമാക്കാൻ മക്കൾ രണ്ടാളും ഓടിയെത്തിയല്ലോ എന്നെല്ലാമാണ് പലരും കമന്റുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂരും കുടുംബവും മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷമാക്കിയിരുന്നു. ആന്റണിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ആന്റണിയുടെ ഭാര്യ ശാന്തി, മക്കളായ അനീഷ, ആശിഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അനീഷയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ ഡോക്ടർ വിൻസെന്റിന്റെയും ഭാര്യ സിന്ധുവിനെയും ചിത്രങ്ങളിൽ കാണാമായിരുന്നു. പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾക്കൊപ്പം എമ്പുരാൻ ലൊക്കേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ ഫോട്ടോയും ആന്റണി പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വെച്ചെടുത്ത ചിത്രമാണിത്. അതേസമയം പിറന്നാൾ ദിനത്തിൽ തന്റെ ആരാധകർക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവച്ചിരുന്നു. 47 വർഷത്തെ മോഹൻലാലിന്റെ ജീവിതം പുസ്തകമാകുന്നു എന്ന സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചത്. മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് ലാലിന്റെ ജീവചരിത്രം എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഭാനുപ്രകാശ് എഴുതിയ എന്റെ ജീവചരിത്രം മുഖരാഗം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അദ്ദേഹമാണ് അവതാരക എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 47 വർഷത്തിലേറെയായി തുടരുന്ന എന്റെ അഭിനയ ജീവിതത്തിലെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത്. ഏറെ വർഷങ്ങളായി എനിക്കൊപ്പം സഞ്ചരിച്ച് എൻ്റെ ജീവിതം അക്ഷരങ്ങളിലേക്ക് പകർത്തിയെഴുതാൻ ഭാനുപ്രകാശ് എന്ന എഴുത്തുകാരൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് മുഖരാഗത്തെ യാഥാർത്ഥ്യമാക്കുന്നത്. 1000-ഓളം പേജ് വരുന്ന ഈ പുസ്തകം എൻ്റെ സിനിമാ ജീവിതത്തിന്റെ 47 വർഷം പൂർത്തിയാവുന്ന 2025 ഡിസംബർ 25-ന് പുറത്തുവരും. നന്ദിയെന്നും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. അതേസമയം കരിയറിലെ വലിയ വിജയഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ. ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല, തുടർച്ചയായി എത്തിയ 2 ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 500 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുകയുണ്ടായി. എമ്പുരാൻ, തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 2ാം സ്ഥാനമാണ് എമ്പുരാന്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയെന്ന റെക്കോർഡും എമ്പുരാൻ സ്വന്തമാക്കി. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണം വാരിയ ചിത്രമായി. 265 കോടി രൂപ ആഗോള കളക്ഷനും 325 കോടി രൂപ ആഗോള ബിസിനസ്സിൽ എമ്പുരാൻ സ്വന്തമാക്കി. സമീപകാല ട്രെൻഡുകളെ മറികടന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ വമ്പൻ വിജയങ്ങൾ നേടി മുന്നേറുന്ന കാഴ്ചയ്ക്കാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് കൊയ്തത്. 200 കോടി കടന്ന 5 ചിത്രങ്ങളിൽ 5ാം സ്ഥാനത്താണ് തുടരും. മിന്നുന്ന പ്രകടനമാണ് തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ കാഴ്ചവെച്ചത്. 15 വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ, ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും. മോഹൻലാൽ എന്ന നടനെ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ഇതിൽ കണ്ടു എന്നാണ് പലരും പറയുന്നത്. മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരൊന്നാകെ സംവിധായകൻ തരുൺ മൂർത്തിക്ക് നന്ദി പറയുകയായിരുന്നു. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗത്തിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇനിയും നിരവധി കഥാപാത്രങ്ങളുമായി മലയാളത്തിന്റെ മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ഹൃദയപൂർവ്വം, വൃഷഭ, ദൃശ്യം 3, റംബാൻ, കണ്ണപ്പ എന്നിവയാണ് ഈ വർഷത്തെ വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ. അതേസമയം പിറന്നാൾ ദിനത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ എന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. കൃഷാന്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ഒരു ചിത്രം തന്റെ നിർമ്മാണത്തിൽ പ്ലാനിങ്ങിലുണ്ടെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു. വിപിൻ ദാസിന്റെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രം അമൽ നീരദ്, ബ്ലെസ്ലി, ജിത്തു മാധവൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിവയും മോഹൻലാലിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രാഫിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്.
ദൃശ്യം മൂന്നാം ഭാഗം, ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രമായ അസ്രായേൽ എന്നിവ വരുമെന്ന് ഉറപ്പാണ്. തെലുങ്ക് ചിത്രം കണ്ണപ്പ, ജയിലർ 2 എന്നിവയിലെ അതിഥി വേഷം, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിലെ വേഷം, പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭ എന്നിവയും മോഹൻലാലിന്റേതായി വരാനുണ്ട്. ദിലീപ് നായകനാവുന്ന ഭബവ എന്ന ചിത്രത്തിലും മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഫുൾ പാക്കപ്പ് ആയിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കൊച്ചി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിട്ടാണ് പൂർത്തീകരിക്കുന്നത്. മെഗാ ഹിറ്റുകളായ എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള രസക്കൂട്ടുകളുമായി പ്രേക്ഷകർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തുന്നത്. ധാരാളം പുതുമുഖങ്ങളും കൗതുകങ്ങളുമായിട്ടാണ് ഹൃദയപൂർവ്വത്തെ സത്യൻ അന്തിക്കാട് അവതരിപ്പിക്കുന്നത്. പൂന നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റ് ആയ ഒരു ചിത്രമാണ് സത്യൻ അന്തിക്കാട് കാഴ്ചവെക്കുന്നത്. 1960 ഇടവമാസത്തിലെ രേവതി നാളിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ മകനായി പിറന്ന മോഹൻലാൽ സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകത്തിലൊക്കെ സജീവമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയത്തിനുള്ള ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ മോഹൻലാൽ തിരുവനന്തപുരം MG കോളേജിൽ നിന്നും BCom ബിരുദം നേടി. മോഹൻലാൽ കോളേജിലെത്തിയതോടെയാണ് സിനിമയുമായി ചങ്ങാത്തത്തിലാകുന്നത്. പിന്നീട് കോളേജ് പഠനകാലത്ത് മണിയൻപിള്ള രാജുവിനെയും പ്രിയദർശനെയും സുരേഷ് കുമാറിനെയും പോലുള്ള കൂട്ടുകാരെയാണ് ലാലിനെ സിനിമയിലേക്ക് എത്തിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം 1978 തിരനോട്ടമാണ്. ഒരു ഹാസ്യ കഥാപാത്രത്തെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയിരുന്നില്ല. വില്ലനായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആണ് ലാലിന്റേതായി ആദ്യം പുറത്തിറങ്ങുന്ന ചിത്രം. വില്ലനായെത്തി നായകനായി വളർന്ന് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിനായി. ജനപ്രീതിയുടെ അഭ്രപാളിയിൽ നിരന്തര സാന്നിധ്യമായി ദശാബ്ദങ്ങൾക്കിപ്പുറവും നിറഞ്ഞു നിൽക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. 4 പതിറ്റാണ്ടുകളിലേറെയായി സിനിമയിലെ നിറസാന്നിധ്യമാണ് മോഹൻലാൽ. 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡ്, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ്, നിർമ്മാതാവ് എന്ന നിലയിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവയും മറ്റ് നിരവധി അംഗീകാരങ്ങളും മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് 2001 2010 പത്മശ്രീ പുരസ്കാരവും 2019 പത്മഭൂഷണം, ഇന്ത്യയുടെ 4ാമത്തെയും 3ാമത്തെയും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തി. 2009 ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നടനായി മോഹൻലാൽ മാറി. 2001 മുതൽ 2014 വരെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണറ്റി ഡോക്ടറേറ്റുകൾ നേടിയിട്ടുണ്ട്.